പ്രകാശൻ ചേട്ടന് പുതിയ സൈക്കിൾ കിട്ടി. ഒരുപാട് ഓർമ്മകളുള്ള ആ പഴയ സൈക്കിളല്ല, പുതിയ സൈക്കിൾ. പഴയ സൈക്കിളിനായുള്ള അന്വേഷണം തുടരുകയാണ്. ഒരിക്കലും മറക്കാനാകാത്ത ആ പഴയ സൈക്കിളിന് പകരമാകില്ലെങ്കിലും പ്രകാശ് ചേട്ടന് ഇനി പുതിയൊരു സൈക്കിൾ. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഇടപ്പള്ളി ടോൾ മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷനാണ് പ്രകാശൻ ചേട്ടന് പുതിയ റാലി കമ്പനിയുടെ സൈക്കിൾ വാങ്ങി നൽകിയത്. പഴയ സൈക്കിളിനോടുള്ള ആത്മബന്ധം കാരണം അല്പം സങ്കടത്തോടെയും സുഹൃത്ത് വലയങ്ങളുടെ നിർബന്ധത്തോടെയുമാണ് പ്രകാശൻ ചേട്ടൻ പുതിയ സൈക്കിൾ ഏറ്റുവാങ്ങിയത്. വിലമതിക്കാനാകാത്ത പഴയ സൈക്കിളിന് പകരമാകില്ലെങ്കിലും താൽക്കാലിക ആശ്വാസമെന്ന നിലയിലാണ് ഇടപ്പള്ളി ടോൾ മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും കളമശ്ശേരി SI CR ബിജുവും ചേർന്ന് പ്രകാശൻ ചേട്ടന് സൈക്കിൾ സമ്മാനിച്ചത്. അതേസമയം മോഷണം പോയ പഴയ സൈക്കിളിനായുള്ള അന്വേഷണം തുടരുകയാണ്. പോലീസും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് സൈക്കിൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. എന്നാൽ ഇതുവരെ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ലെന്നാണ് വിവരം. പഴയ സൈക്കിളിനോളം വരില്ലെങ്കിലും പുതിയൊരു റാലി സൈക്കിൾ തന്നെ മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷൻ വാങ്ങിത്തന്നു. എന്താണ് ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്നത്? എനിക്ക് സന്തോഷമാണോ അല്ലെങ്കിൽ കുറച്ചും കൂടി ദുഃഖം കൂടിയോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാൻ. കാരണം എൻ്റെ കൂടെ വർഷങ്ങളോളം കൈപിടിച്ച് നടന്നിരുന്ന എൻ്റെ ഒരു കുഞ്ഞ് ഒരു ഉത്സവ സ്ഥലത്തോ പെരുന്നാൾ സ്ഥലത്തോ വെച്ച് കൈവിട്ട് പോയാൽ ഒരു രക്ഷകർത്താവിന് സാധാരണ എന്താണ് തോന്നുക? കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ കുഞ്ഞ് എവിടെയായിരിക്കും, അവൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്തായിരിക്കും, അവൻ ഭക്ഷണം കഴിച്ചോ, ഉറങ്ങിയോ, ആരുടെ കൂടെയാണ് എന്നൊക്കെയുള്ള ഒരു വേവലാതി. അങ്ങനെയുള്ള ഒരു വേവലാതിയും ഒരു പ്രയാസങ്ങളുമാണ് എൻ്റെ മനസ്സിൽ. അത് ഓരോ ദിവസവും ഞാൻ ഉണരുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഞാൻ ആ സൈക്കിളിൻ്റെ സീറ്റിലൊന്ന് തട്ടിയിട്ടാണ് ഞാൻ രാവിലെ അവനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ, അതിൻ്റെ ഒക്കെ തുടച്ച് റെഡിയാക്കി. അപ്പോൾ ആ ഒരു പ്രയാസം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷൻ എൻ്റെ ഈ വേദന അറിഞ്ഞ് അതിനൊരു സ്വല്പമെങ്കിലും ഒരു പരിഹാരമാകട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി അവരിങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഒരു സൈക്കിൾ എനിക്ക് തന്നതിൽ എനിക്ക് മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷനോടും അതിൻ്റെ ഭാരവാഹികളോടും മാത്രമല്ല ഈ അസോസിയേഷനിലെ എല്ലാ അംഗങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അന്വേഷണം പോലീസുകാർ ഒരു തവണ വന്നിരുന്നു. അവർ വന്ന് അവിടെയുള്ള ചില CCTV ഒക്കെ പരിശോധിച്ചെങ്കിലും അവർക്ക് അതിനെ സംബന്ധിച്ചൊന്നും വ്യക്തമായ ഒരു രൂപരേഖ കിട്ടിയില്ല എന്നാണ് അറിഞ്ഞത്. ഒരവസരത്തിൽ ഒരു സൈക്കിൾ മോഷ്ടാവിനെ അവിടെ സ്റ്റേഷനിൽ പിടിച്ച് കൊണ്ടുവന്നിട്ട് എന്നെ അറിയിക്കുകയുണ്ടായി. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ പക്ഷേ അതെൻ്റെ സൈക്കിളിൻ്റെതായിരുന്നില്ല, എൻ്റെ സൈക്കിളും ആയിരുന്നില്ല. അപ്പോൾ അന്വേഷണങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ട്. അതിലൊരു കാരണമുണ്ട്. ലേഡീസ് സൈക്കിൾ വാങ്ങാൻ കാരണം അറിയാമല്ലോ, എൻ്റെ പ്രായം അറിയാമല്ലോ എല്ലാവർക്കും, ഞാനത് പറയുന്നില്ല. എന്നാലും ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ മറ്റേ സൈക്കിൾ നഷ്ടപ്പെട്ട സൈക്കിൾ ഏറ്റവും ഹൈറ്റുള്ള സൈക്കിളാണ്. അപ്പോൾ എനിക്ക് ആ സൈക്കിൾ ഞാൻ എൻ്റെ ഇടത്തെ കാല് ചവിട്ടിയിട്ടാണ് അത് ചവിട്ടി വിട്ടിട്ടാണ് അതിലേക്ക് വലത്തെ കാല് പൊക്കി വെച്ച് കയറുന്നത്. അത് കയറാനും ഇറങ്ങാനും കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് എനിക്ക് കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു, ശാരീരികമായ പ്രയാസം. അപ്പോൾ ആ പ്രയാസത്തിന് ഇത്തരം സൈക്കിളാകുമ്പോൾ ആ പ്രയാസം ഉണ്ടാകാതെ സൈക്കിളിൽ തന്നെ യാത്ര ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശം എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഞാൻ അതനുസരിച്ച് സൈക്കിൾ ചെയ്യാൻ നോക്കുകയും ചെയ്തിരുന്നു സൈക്കിൾ ഷോപ്പുകളിൽ. അപ്പോൾ അത് കൂടി അറിഞ്ഞിട്ടാണ് അവർ ആ തരം സൈക്കിൾ തന്നെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. പഴയ സൈക്കിൾ തിരികെ നൽകുന്നയാൾക്ക് 5 ലക്ഷം രൂപയും ആവശ്യമെങ്കിൽ ജോലിയും നൽകാമെന്ന് ബോബി ചെമ്മണ്ണൂർ നേരത്തെ വാഗ്ദാനം ചെയ്തിരുന്നു. സൈക്കിൾ തിരികെ നൽകിയാൽ സംഭവം ആരോടും വെളിപ്പെടുത്തില്ലെന്നും അറിയിച്ചിരുന്നു. എന്നിട്ടും സൈക്കിൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. പഴയ സൈക്കിൾ തിരിച്ചു കിട്ടുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രകാശൻ ചേട്ടൻ. സൈക്കിൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പോലീസും നാട്ടുകാരും ഊർജിതമായി തുടരുകയാണ്. ഏതായാലും തനിക്ക് പുതിയൊരു സൈക്കിൾ സമ്മാനിച്ച
ഇടപ്പള്ളി ടോൾ മങ്കുഴി നഗർ റെസിഡൻസ് അസോസിയേഷനോട് നന്ദി അറിയിച്ചുകൊണ്ട് പ്രകാശൻ ചേട്ടൻ പുതിയ സൈക്കിളിൽ യാത്ര ആരംഭിക്കുകയാണ്. അല്പം സങ്കടത്തോടെയാണെങ്കിലും. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.